മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും. രാഹു 5-ാം ഭാവമായ കുംഭത്തിലും, ശനി 6-ാം ഭാവമായ മീനത്തിലും, ശുക്രൻ 7-ാം ഭാവമായ മേടത്തിലും, സൂര്യനും ബുധനും 8-ാം ഭാവമായ ഇടവത്തിലും, ഗുരു 9-ാം ഭാവമായ മിഥുനത്തിലും, ചൊവ്വ 10-ാം ഭാവമായ കർക്കടകത്തിലും, കേതു 11-ാം ഭാവമായ ചിങ്ങത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. ഇടവം രാശിയിൽ നിൽക്കുന്ന ബുധൻ ജൂൺ 6-ാം തീയതി മിഥുനത്തിലേക്കും പിന്നീട് അവിടെ നിന്നും 22-ാം തീയതി കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ചൊവ്വ 7-ാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതാണ്. സൂര്യൻ 15-ാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് തൻ്റെ രാശി മാറുന്നതായിരിക്കും. മേടത്തിൽ നിൽക്കുന്ന ശുക്രൻ 29-ാം തീയതി തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും തുലാം രാശിക്കാർക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി തുലാം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ 7-ാം ഭാവത്തിലാണ്. ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ്. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. നേരത്തെ മുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും. പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. റിസൾട്ടുകളും മറ്റും പ്രതീക്ഷിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും. എങ്കിലും 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും അവിടെ ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളിൽ കുറച്ച് അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശുഭകരമായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയിൽ ഈ സമയത്ത് ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും. അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഇനി തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 7-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലാണ്. ജൂൺ 7-ാം തീയതി രാശി മാറി 11-ാം ഭാവമായ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. 11-ാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. കൂടാതെ 7-ാം ഭാവത്തിൽ നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനും നിൽക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ നല്ലതായിരിക്കും. നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും. എങ്കിലും ചൊവ്വയോടൊപ്പം കേതു നിൽക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. 9-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 9-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ 6-ാം തീയതി വരെ 8-ാം ഭാവത്തിലും അതിനുശേഷം 22-ാം തീയതി വരെ തൻ്റെ സ്വന്തം രാശിയായ മിഥുനത്തിലും, അതായത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തും, അതിനുശേഷം കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത്.
6-ാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും. കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ്. ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും. അത് ചിലപ്പോൾ വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട്. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകളും ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം, 9-ൽ ഗുരു നിൽക്കുന്നുണ്ട്. ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത്, അതായത് അമിത വേഗത്തിൽ. സാധാരണ സ്ഥിതിയിൽ ഗുരു ഒരു രാശിയിൽ 12 മാസം, അതായത് 1 വർഷമാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ മെയ് 14-ാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ 18-ാം തീയതി മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. അതായത് 1 വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും 5 മാസം കൊണ്ട് ഗുരു സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും. ഇതിൽ നിന്നും ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്ത് തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇത് ചില സമയത്ത് ഹാനികളും വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഒന്നും തന്നെ ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 10-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മാസാരംഭത്തിൽ ചൊവ്വ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ഈ സമയത്ത് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും ലാഭസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സാമാന്യമായിരിക്കും. ശുക്രൻ 7-ൽ നിൽക്കുന്നത് ബിസിനസ്സിൽ ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇതാണ് തുലാം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.